നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ 9ാം ക്ലാസ്സിൻ്റെ പുതിയ ടെസ്റ്റിൻ്റെ മോഡൽ ചോദ്യപേപ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈമിൽ വരുന്ന എക്സാമിന് ഈ ചോദ്യപേപ്പർ നന്നായി പഠിച്ചിട്ട് പോവുക. ഇതേ മോഡലിലായിരിക്കും എക്സാം വരുന്നത്. ആദ്യമേ വരുന്നത് നട്ട്ഖട്ടും ചട്ട്പട്ടിൻ്റെ ചാപ്റ്ററാണ്. चटपट और नटपट कहानी का यह अंश पढ़े और 1 से 5 तक के प्रश्नों के उत्तर लिखे. 40 മാർക്കാണ് സ്കോർ ചെയ്യാനുള്ളത്. 1.5 മണിക്കൂറാണ് എക്സാം. ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ചട്ട്പട്ട് चुनचुलाता पर कुछ कह ना पाता, बड़ा था, छोटा का ध्यान तो उसे रखना ही था, लेकिन उसे लगता कि नटखट कुछ ज़्यादा ही नटखट है. അപ്പം നമ്മുടെ രണ്ട് കഥാപാത്രമായിരുന്നു ചട്ട്പട്ട് നട്ട്ഖട്ടും. അപ്പോൾ ചട്ട്പട്ട് മൂത്തയാളും നട്ട്ഖട്ട് ഇളയാളും അല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മുതിർന്നതായതുകൊണ്ട് തന്നെ അവന് ഉത്തരവാദിത്തം വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ചട്ട്പട്ട് ചുഞ്ചില്ലാത്ത പർ കുച്ച് കഹ്നാ പാത്ത, അതൊന്നും പറയാറില്ല, ബെടാത്ത മൂത്തതായതുകൊണ്ട്. ചോട്ടാക്കാ ധ്യാൻ തോ ഉസേ രഖ്നാഹി താ, എപ്പോഴും ഉത്തരവാദിത്തമുണ്ട്, അനിയൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവനാണ്. ലേക്കിൻ ഉസേ ലഗ്താ കി നട്ട്ഖട്ട് കുച്ച് സ്യാദാ ഹി നട്ട്ഖട്ട് ഹേ, അപ്പോൾ ചിലപ്പോഴൊക്കെ ചേട്ടന് തോന്നാറുണ്ട് അവൻ ഇത്തിരി കുസൃതി കൂടുതലാണ് അല്ലേ. അപ്പോൾ ആ കഥയൊക്കെ അറിയാമല്ലോ. ചട്ട്പട്ട് കിസ് പർ ചുഞ്ചുലാത്താത്ത. അപ്പോൾ എന്താ ആൻസർ വരുന്നത്? ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ചട്ട്പട്ട് നട്ട്ഖട്ട് പർ ചുഞ്ചുലാത്താത്ത. അപ്പോൾ ചട്ട്പട്ട് എപ്പോഴും ആരുടെ അടുത്താണ് പറയാറുള്ളത്? നട്ട്ഖട്ടിൻ്റെ അടുത്താണ്. ചുഞ്ചുലാത്ത. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നട്ട്ഖട്ട് ക്യൂ കുച്ച് കഹിന പാത്താത്ത. ചട്ട്പട്ട് എന്തുകൊണ്ടാണ് പലപ്പോഴും ഒന്നും പറയാതെ ഇരിക്കാനുള്ള കാരണം? ക്യൂങ്കി ബഡാ ഹോനെ കെ കാരണം ചട്ട്പട്ട് കോ ചോട്ടാ ഭായി നട്ട്ഖട്ട് കി ദേഖ്ഭാൽ കാ ദായിത്വ നിഭാനാത്ത. അപ്പോൾ ക്യാ നിഭാനാത്ത? ക്യൂങ്കി എന്തെന്നാൽ ബഡാ ഹോനെ കെ കാരണം മുതിർന്നതായത് കാരണം ചട്ട്പട്ട് കോ ചോട്ടാ ഭായി നട്ട്ഖട്ട് കി ദേഖ്ഭാൽ കാ ദായിത്വ നിഭാനാത്ത അല്ലേ. അപ്പോൾ അവന് ഉത്തരവാദിത്വം കൂടുതലുള്ളത് കൊണ്ട്, മുത്തേട്ടനായതുകൊണ്ട് പലപ്പോഴും അനിയൻ്റെ പല കാര്യങ്ങളും അവൻ എന്ത് ചെയ്യാറുണ്ട്? സഹിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അടുത്ത ആൻസറായിട്ട് വരുന്നത്. അടുത്ത 3, സഹി വികൽപ്പ് ചുൻകർ ലിഖെ. വഹു പ്ലസ് കാ അതാണെങ്കിൽ ഉസ്ക. ഇവിടെ വരുന്നത് ഉസയാണ്. അപ്പോൾ ഏത് വരുമ്പോഴാണ് ഉസേ വരുന്നത്? വഹു പ്ലസ് കോ, ഉസേ. അടുത്ത് നാലാമത്തത്, ചട്ട്പട്ട് ഷിക്കായത്ത് കർത്താ ഹെ. ചട്ട്പട്ട് ഷിക്കായത്ത് കർ രഹാ ഹെ. അപ്പോൾ ഇവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ കർത്താഹെ വന്നു, രണ്ടാമത്തെ സെൻറ്റൻസിൽ കർ രഹാഹെ വന്നു. ഒന്ന് പരാതി പറയുന്നു, ഒന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അടുത്ത് ചട്ട്പട്ട് ജഡയും പക്കടുക്കർ ചൂൽത്താഹെ. നട്ട്ഖട്ട് ജഡയും പക്കടുക്കർ ചൂൽ രഹാഹെ എന്നൊരു. അടുത്തത് മാൻലേക്ക് ചട്ട്പട്ട് ഗർ പഹുഞ്ചക്കർ നട്ട്ഖട്ട് കെ സംബന്ധ് മേ അപ്പനി മാസി ഷിക്കായത്ത് കർത്താ ഹെ. അപ്പോൾ അന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് അമ്മയോട് പരാതി പറയുന്നതാണ്. അപ്പം മാ ഓർ ചട്ട്പട്ട് കെ ബീച്ച് കി സംഭാവിത ബാച്യത്ത് തയ്യാർ കരെ. അമ്മയും ചട്ട്പട്ടും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ എഴുതേണ്ടത്. ചട്ട്പട്ട് ഓർ നട്ട്ഖട്ട് കഹാനി കാ യഹ് അംശ് പഠിക്കർ ദിയേ ഗയേ പ്രശ്നോ കാ ഉത്തർ ലിഖേ. ഈ കഥ ആസ്പദമാക്കി താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കുക. കപ്പടെ സുക്കുകയെ, അവർ വെള്ളത്തിലൊക്കെ വീണപ്പോൾ എന്ത് ചെയ്തു? ഡ്രസ്സ് മുഴുവൻ നനഞ്ഞു. അങ്ങനെ തുണി ഉണക്കാൻ വേണ്ടി അവർ നോക്കുകയാണ്. അങ്ങനെ അവർ ഓടിയപ്പോൾ എന്ത് ചെയ്തു? തുണിയൊക്കെ ഉണങ്ങി. കപ്പടെ സൂക്കുകയെ ചോട്ടെ. അപ്പോൾ ചേട്ടൻ പറയാണ്, ഇടാ ചോട്ടെ, ഇടാ നട്ട്ഖട്ട് ഡ്രസ്സൊക്കെ ഉണങ്ങിയല്ലോ. ചട്ട്പട്ടിനെ ഹാംഫത്തെ ഹുയെ ലേക്കിൻ ഖുഷ് ഹോത്തെ ഹുയി കഹ. അവരിങ്ങനെ കെതിച്ചു, എന്നിട്ട് സന്തോഷത്തോടെ പറഞ്ഞു, ഹാ ബഡേ വാക്കൈ കപ്പടെ തോ സൂക്കുകയി. എല്ലാവരുടെയും ഡ്രസ്സ് ഉണങ്ങി. നട്ട്ഖട്ടിനെ ഫി ഖുഷ് ഹോക്കർ കഹ. നട്ട്ഖട്ട് വളരെ സന്തോഷത്തോടെ പറഞ്ഞു. പ്രസ്തുത ഘടന കെ ആധാർ പർ ചട്ട്പട്ട് കെ ഏക് ദിൻ കി ഡയറി. ആ ദിവസത്തെ ഡയറി എഴുതുക. അപ്പോൾ അന്ന് സംഭവിച്ച സംഭവങ്ങളെക്കുറിച്ചുകൊണ്ടുള്ള ഒരു ഡയറി വേണം അന്ന് അവിടെ എഴുതേണ്ടത്. അതായത് അവർ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്നതും അവൻ വീഴുന്നതും അവരെ രക്ഷപ്പെടുത്തുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർത്ത് വേണം എഴുതേണ്ടത്. അപ്പോൾ പ്രസംഗ സമച്ചക്കർ ഉചിത ശൈലിയും ബാച്യതയ്ക്ക് പൂർത്തിക്ക് ഹെ. അപ്പോൾ സംഭാഷണം എഴുതുമ്പോഴും ഉചിതമായ ശൈലിയിൽ എഴുതുക. ഉപയുക്ത സങ്കേതയ്ക്ക് ഹത്തക്ക് ഉപജമേ വിദ്യമാൻ ഹെ. उपयुक्त सूचक उपज में आंशिक रूप से है ഭാഷത്തിൽ लिखने का प्रयास किया है. അപ്പോൾ വാർത്താനം ഇവിടെ കൊടുത്തിട്ടില്ല. അവരവരുടെ ആശയത്തിനനുസരിച്ച് എന്ത് ചെയ്യുക? അതിനെ എഴുതുക. അടുത്ത ആറാമത്തത്,
അപ്പോൾ ഈ രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാം കേട്ടോ. അടുത്ത് ബഹുത് ദിനോ കെ ബാദ് എന്ന കവിതയെ ആസ്പദമാക്കിയാണ്. ബഹുത് ദിനോ കെ ബാദ് അബ്കി മീ ജീഫർ സുൻപായ, കുറേ കാലത്തിന് ശേഷം ഞാൻ മനസ്സ് നിറഞ്ഞു കേട്ടു. ദാൻ കൂട്ടുതീ കിഷോരിയോങ്കി കോകിൽ കണ്ടി ദാൻ, അല്ലേ, ആ കുയിലുകളുടെ മനോഹരമായ കുയിൽനാദം ഞാൻ കേട്ടു. എപ്പോഴാണ് കേട്ടത്? ബഹുത് ദിനോ കെ ബാദ്, കുറേ ദിവസത്തിന് ശേഷം. അപ്പോൾ ബഹുത് ദിനോ കെ ബാദ് കവി കോ നയ എഹ്സാസ് ക്യൂ ഹോ രഹാ ഹെ, കവിക്ക് പുതിയൊരു ഉണർവാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഉണ്ടായത്? കോകിൽ കണ്ടി താൻ കാ മധുരവ് ഹെ സുരീലി ആവാസ് വാലി താൻ, നല്ല മധുരമായ സൗണ്ട് കേട്ടപ്പോഴാണ് കവിക്ക് ഒരു പുതിയ അനുഭവം ഉണ്ടായത്. കോകിൽ കണ്ടി താൻ സെ ക്യാ താൽപര്യ ഹെ, കവിത കാ ആശയ, കവിതയുടെ ആശയം എഴുതുക. കവി ബഹുത് ദിനോ കെ ബാദ് അപ്പനെ ഗാവ് മേ വാപ്പസ് ആ രഹാ ഹെ, കവി കുറേ കാലത്തിന് ശേഷമാണ് തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോഴാണ് കവിക്ക് അതൊരു അനുഭവമായിട്ട് തോന്നി, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത്. അതാണ് 6ാമത്തെ ആൻസർ. 7ാമത്തെ കോകിൽ കണ്ടി താൻ കാ മത്ലബ് ഹെ സുരീലി ആവാസ് വാലി താൻ. അടുത്ത 8ാമത്തെ ആശയം എഴുതുക. അപ്പോൾ കവിക്ക് തോന്നിയ തോന്നൽ എന്താണ്? കവി ബഹുത് ദിനോ കെ ബാദ് അപ്പനെ ഗാവ് മേ വാപ്പസ് ആ രഹേ ഹെ, കഹാ ആ രഹേ ഹെ അപ്പനെ ഗാവ്, കൈസെ ആ രഹേ ഹെ, വാപ്പസ് എന്നാണ് തിരിച്ചു വരുന്നത്. അപ്പനെ ഗാവ് കി വിശേഷത കാ ആസ്വാദൻ കർത്തെ ഹെ, ഓരോരുത്തർക്കും അവരവരുടെ ഗ്രാമത്തെക്കുറിച്ച് ഒരുപാട് പറയാനൊക്കെ കാണില്ലേ. അപ്പോൾ കവിക്ക് തൻ്റെ ഗ്രാമത്തെക്കുറിച്ച് ഒരുപാട് പറയാനൊക്കെ ഉണ്ട്, വളരെ ഇഷ്ടമാണ് തൻ്റെ ഗ്രാമം. അങ്ങനെ ഗ്രാമത്തിൽ വന്നപ്പോൾ അവിടെ കേട്ട കുയിൽനാദവും അവിടുത്തെ സുഗന്ധമാണ് കവി അത് ആസ്വദിക്കുന്നത്. അടുത്ത ആസ്വാദന ടിപ്പണി എഴുതുക. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെറ്റ് സ്ലോ ആയിരുന്നു.